എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ നമ്മുടെ തെക്കൻ സൈഡിലോട്ട് ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. അതേസമയം വടക്കോട്ടൊക്കെ ഇഞ്ചി പുളി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ സൈഡിൽ കായംകുളം ആലപ്പുഴ ഒക്കെ വെക്കുന്ന രീതിയിലുള്ള ഒരു ഇഞ്ചിക്കറിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഇഞ്ചിക്കറിയിൽ ആവശ്യത്തിന് മാത്രമാണ് മധുരവും അതുപോലെ തന്നെ പുളിയും ചേർക്കുന്നത്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഇഞ്ചിക്കറിയാണ്. ഈ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര ഇഞ്ചി എടുക്കുന്നോ അത്രയും തന്നെ ചെറിയ ഉള്ളിയും എടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഈ ഒരു ഇഞ്ചിയും ചുവന്നുള്ളിയും വട്ടത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അതായത് കനം കുറച്ച് വട്ടത്തിൽ ഒരേ ഷേപ്പിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒരേപോലെ നന്നായിട്ടിത് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നതെങ്കിൽ കടു വറുത്തിട്ട് പൊടിയൊക്കെ ചേർത്തിട്ട് ഇത് ചെയ്യുക. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇഞ്ചിക്കറി ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് ഫ്രൈ ആയി വന്നാൽ നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട പുളിയാണത്. ഇവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുതിർക്കാനായിട്ട് വെക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയിട്ടൊന്ന് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി വേണം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ഉലുവാപ്പൊടി 1 നുള്ള് ചേർത്ത് കൊടുക്കണം. ഇതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഉലുവാപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു പുളിവെള്ളം കൂടാതെ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നിങ്ങളുടെ കൺസിസ്റ്റൻസി എത്രയാണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കായപ്പൊടി ഇടുമ്പോൾ ഇഞ്ചിക്കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ 1 നുള്ളു കായം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വട്ടത്തിൽ അരിയാണെങ്കിൽ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. ഇനി അഥവാ നിങ്ങൾ പൊടിയായിട്ടാണ് അരിയുന്നതെങ്കിൽ നമുക്ക് പൊടിയായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കും. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കില്ല. ചെറിയൊരു കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് വരും. അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചിക്കറി എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ നമുക്ക് സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ചട്ടിയിൽ തന്നെ അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് ഈ ഇഞ്ചിക്കറിക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കാൻ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഇഞ്ചിക്കറി വെച്ചിട്ട് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു സദ്യ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്